ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നപ്പോഴും പറിച്ച ഒരു വെജിറ്റബിളാണ് ഈ സുക്കീനി. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു ഈ ചിലപ്പോൾ ചിലരിത് സുക്കീനി ഈ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അതെങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കോൺ തന്നെ എവിടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ സുക്കീനി എടുത്തതിന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ. ഇപ്പം ഇങ്ങനെയും കട്ട് ചെയ്യാം, പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് കട്ട് ചെയ്യാം. അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണേ. നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കാമേ. ഇതാണ് സുക്കീനിയുടെ അകവശം. പുറം കാണാൻ ഏകദേശം വെള്ളരിക്കയാണേലും പക്ഷെ അകം ഒട്ടുമേ അല്ല. അകം കാണാൻ പടവലങ്ങിയ പോലെ. അടുത്ത് നമ്മളൊരു നാരങ്ങ മുറിക്കണം. ഇവിടുത്തെ നാരങ്ങ വലുതാണ്. ഒരു കയ്യിലെടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഇത്ര ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ പകുതി പോലും കാണത്തില്ല. ഇവിടുത്തെ നാരങ്ങ വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നാരങ്ങ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമേ. ഇത് ബ്ലാക്ക് പെപ്പറാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുരുമുളക് പൊടി. പിന്നെ ഇത് ഉപ്പാണ്. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സുക്കീനി. ഇതുണ്ട് നാരങ്ങ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നത്. ഇത് ഒലിവ് ഓയിലാണ്, നാട്ടിൽ കിട്ടുന്നതാണ്. ഒലിവ് ഓയിലാണ്. പിന്നെ ഇത് ഇറ്റാലിയൻ സീസണിങ്. ഇതെനിക്കൊന്ന് വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നാട്ടിൽ കിട്ടാറുണ്ട്, ഇറ്റാലിയൻ സീസണിങ് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോന്നും കാണിക്കാമേ. അപ്പോൾ നമ്മൾ ആദ്യം റൗണ്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് അതിനകത്ത് ആദ്യം നമ്മൾ ഒലിവ് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അടുത്തേണ്ട ആ നാരങ്ങ അല്പം പിഴിഞ്ഞു കൊടുത്തു. അടുത്ത് ഒരു ശകലം ഉപ്പ് നമ്മളിട്ട് കൊടുക്കുവാണ്. ഒരു ശകലം ഉപ്പ്, ഒരു ടേസ്റ്റിന് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മൾ ഒലിവ് ഓയിലും ഇട്ട് ഉപ്പ് ഒഴിച്ചു കൊടുത്തു. ആ നാരങ്ങയും പിഴിഞ്ഞു. അടുത്തൊരല്പം കുരുമുളക് പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അല്പം ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ മേളിൽ കൂടെ. ഇറ്റാലിയൻ സീസണിങ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമ്മളത് മേളിൽ കൂടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും തിരിച്ചിട്ട് അതുപോലെ അതിനകത്തൊന്ന് പുരട്ടി എടുത്താൽ മതി. വീണ്ടും എടുത്ത് മേളിലോട്ട് പോർ ചെയ്യുവോ അല്ല അങ്ങോട്ട് ഒഴിക്കുവോ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീണ്ടും അതിനകത്ത് ഉള്ളത് വെച്ച് തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ വെച്ചാൽ മതി. അപ്പം രണ്ട് സൈഡും ആയി കിട്ടുമേ. പിന്നെ ഇറ്റാലിയൻ സീസണിങ് ഇപ്പോൾ ഒരുപക്ഷെ എല്ലായിടത്തും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളൊരു സീസണിങ് എടുത്തങ്ങ് ഉപയോഗിച്ചാലും മതി. ഈ സീസണിങ് തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് വെച്ചങ്ങ് ചെയ്താൽ മതിയേ. ഇപ്പം നമുക്ക് ഇറ്റാലിയൻ സീസൺ അവൈലബിൾ ആയി കിട്ടിയത് കൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പുരട്ടി കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണേ.
നമ്മൾ ആദ്യം റൗണ്ട് ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുന്ന ഈ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തില്ലേ, പരത്തിയെടുത്തത്, അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് ഫുള്ള് അതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിനിപ്പോൾ അടുത്ത് ഗ്രില്ല് ചെയ്യാൻ പോവാണേ. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് വെച്ചൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഇതൊരു നോൺ സ്റ്റിക്ക് കുക്കിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇതെന്താ സോൾട്ട് ആൻഡ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമായിരിക്കും, നോൺ സ്റ്റിക്ക് കുക്കിംഗ് സ്പ്രേ. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിതിന് ഇതെടുത്ത് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ വെച്ചു. ഇതൊന്ന് റെഡിയായി കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ, നമ്മളിത് ഒന്ന് ഗ്രില്ലായി വരാനേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിടും. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ചൂടെന്ന് പറയുന്നത് ഇതിപ്പോൾ ഹൈയും ഇതിപ്പോൾ ലോയുമാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിടണേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. മറ്റേ സൈഡ് കിടന്നതിൻ്റെ പാടാണ് അവിടെ കാണുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് വേകുമ്പം നമ്മൾ എടുക്കുവേ. അപ്പോൾ ഇതൊക്കെ ശരിയായി കേട്ടോ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ റൗണ്ട് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നമ്മൾ പാള പോലെ മുറിച്ചെടുത്തതുകൊണ്ട് ശരിയായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു അളവ്. ആ ലൈനിൻ്റെ ഒരു മാർക്കൊക്കെ വീണുണ്ട്, അത് ആ കമ്പിയുടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു പീസാണ് എടുത്തത്, നമ്മുടെ സുക്കീനി ഗ്രില്ല് ചെയ്തെടുത്തത്. സാധാരണ നമ്മളൊരു കുക്കുംബർ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെയേ ഉള്ളൂ. കുക്കുംബറിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കാണും, എന്നാലും കുക്കുംബറല്ല, സുക്കീനി എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഇത് ഗ്രില്ല് ചെയ്ത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ കഴിച്ചപ്പോഴും സാധനം കൊള്ളാം, ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും നമ്മളത് നല്ലൊരു ടേസ്റ്റാണ്. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ കാരണം നാരങ്ങയൊക്കെ അതിനകത്ത് ഒഴിച്ചു, പിന്നെ ഇറ്റാലിയൻ സീസണിങ് അതിനകത്ത് ഇട്ടു, പിന്നെ കുരുമുളക് ഇട്ടു, അതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്, നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. അപ്പം തുടർന്ന് ഇതുപോലെ വീഡിയോകൾ അടുത്ത് വരുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.